Hello friends and children, welcome to Home Tutor. ഞാൻ നിങ്ങളുടെ പേഴ്സണൽ ടീച്ചർ നിബ നിബിൻ. സോ 8th സ്റ്റാൻഡേർഡിലെ ഹിസ്റ്ററിയുടെ ചാപ്റ്റർ 1 എന്ന് പറയുന്നത് ഹൗ വെൻ ആൻഡ് വേർ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടോപ്പിക്ക് ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് വീഡിയോ സെഷനായിട്ട് ചെയ്ത് കഴിഞ്ഞു. അത് നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് കണ്ടതിന് ശേഷം മാത്രമേ ഈ ഒരു സെഷനിലേക്ക് വരാവുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ ചെയ്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ഇമ്പോർട്ടൻറ്റ് ആർ ഡേറ്റ്സ് എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് വിച്ച് ഡേറ്റ്സ് ആണ്. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ഫിഗർ 2 ഒന്ന് നോക്കാം. 1922 ലിപ്റ്റൺ ടീയുടെ പരസ്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കിക്കേ, അവിടെ നമുക്കൊരു പിക്ചർ കാണാൻ കഴിയുന്നുണ്ട്. അതിലൊരു ടാഗിങ് ഉണ്ട്, ഫേമസ് ഓൾ ഓവർ ദ വേൾഡ് ലിപ്റ്റൺസ് കോഫി ആൻഡ് ടീ പ്രൊവിഷൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പിക്ചറിൻ്റെ അകത്ത് ഒരു കുതിരയുണ്ട്, ഒരു കോട്ടയുടെ ഭിത്തി അല്ലെങ്കിൽ ഫോർട്രസ്, നമുക്ക് രാജാക്കന്മാരുടെ പാലസിൻ്റെ ഒരു ഭിത്തി നമുക്ക് കാണാൻ കഴിയും. ദെൻ ഒരു രാജാവിനെ അതിൽ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ ഒരു പിക്ചർ എന്താണെന്ന് നമുക്ക് പഠിച്ചു നോക്കാം. ഫിഗർ 2, അഡ്വർടൈസ്മെന്റ്സ് ഹെൽപ്പ് ക്രിയേറ്റ് ടേസ്റ്റ്. Old advertisements help us understand how markets for new products were created and new tastes were popularized. This 1922 advertisement for Lipton tea suggests that royalty all over the world is associated with this tea. ഓക്കെ, ഈ ഒരു പരസ്യം വഴി മനസ്സിലാവുന്നത് അന്നത്തെ കാലത്ത് എങ്ങനെയാണ് മാർക്കറ്റ് പിടിച്ചെടുക്കാൻ ആഡ് ചെയ്തുകൊണ്ടിരുന്നത്, കൂടാതെ ഒരു പുതിയ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഫേമസ് ആക്കി എടുക്കുന്നത് എന്നൊക്കെയാണ്. 1922 ഇറങ്ങിയ ഈ പരസ്യത്തിൽ ലിപ്റ്റൺ ടീയെ ലോകം മുഴുവനുമുള്ള രാജകീയ പദവിയുമായി എങ്ങനെയാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ അവരതിന് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഇവയൊക്കെയാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. In the background, you see the outer wall of an Indian palace, while in the foreground, seated on horseback, is a third son of Queen Victoria of Britain, Prince Arthur, who was given the title Duke of Connaught. ഇനി ഫിഗർ 2ന്റെ പിക്ചറൈസേഷൻ എന്തൊക്കെയാണ് അതിൻ്റെ ഒന്ന് ഡീറ്റെയിൽ ആയി നമുക്ക് നോക്കാം. ഈ ആഡിൻ്റെ പുറകുവശത്ത് ഇന്ത്യയിലെ ഏതോ ഒരു കൊട്ടാരത്തിൻ്റെ മതിൽക്കെട്ടുകളാണുള്ളത്. എന്നാൽ മുൻഭാഗത്ത് പിക്ചറൈസ് ചെയ്തിരിക്കുന്നത് വിക്ടോറിയ രാജ്ഞിയുടെ മൂന്നാമത്തെ മകനായ പ്രിൻസ് ആർതറിനെയാണ്. അദ്ദേഹത്തിന്റെ വിളിപ്പേര് ഡ്യൂക്ക് ഓഫ് കനോട്ട് എന്നാണ്. പിന്നെ ഒരു മൊണാർക്കിന്റെ തൊട്ട് താഴെ പദവിയിൽ വരുന്നവരാണ് ഈ ഡ്യൂക്ക് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. പിന്നെ ഡ്യൂക്ക് എന്ന് വിളിക്കുന്നത് രാജകുടുംബത്തിലെ അംഗങ്ങളെയാണ്. അതുമല്ല, അവർ കല്യാണം കഴിച്ചാൽ കൊടുക്കുന്ന സ്ഥാനപ്പേരാണ് ഡ്യൂക്ക് എന്നുള്ളത്. പ്രിൻസ് ആർതറിന് ഡ്യൂക്ക് ഓഫ് കനോട്ട് എന്ന് സ്ഥാനപ്പേര് കൊടുത്തത് ക്വീൻ വിക്ടോറിയ ആണ്. അദ്ദേഹം കാനഡയുടെ ഗവർണർ ജനറൽ കൂടിയായിരുന്നു. ഓക്കെ, നമുക്കിനി നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. മെയിൻ ടോപ്പിക്, അതായത് വിച്ച് ഡേറ്റ്സ് എന്നുള്ളത്. By what criteria do we choose a set of dates as important? The dates we select, the dates around which we choose our story of the past, are not important on their own. They become vital because we focus on a particular set of events as important. If our focus of study changes, if we begin to look at new issues, a new set of dates will appear significant. എന്തൊക്കെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണ് ഡേറ്റ്സിന്റെ പ്രാധാന്യം നമ്മൾ കണക്കാക്കുന്നത്? ഇവിടെ ക്രൈറ്റീരിയയുടെ മീനിങ് ആണ് മാനദണ്ഡങ്ങൾ. ഒരു പാസ്റ്റിനെ കുറിച്ചുള്ള സ്റ്റോറി തയ്യാറാക്കുമ്പോൾ അതിൽ കുറേ ഡേറ്റ്സ് നമ്മൾ ഡീറ്റെയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഡേറ്റ്സിന് ഇൻഡിവിജ്വലി ഒരു ഇമ്പോർട്ടൻസും ഇല്ല. പക്ഷേ ആ പറയുന്ന സ്റ്റോറിയിൽ നടന്ന സംഭവങ്ങളെ റിലേറ്റ് ചെയ്ത് ഇപ്പം നമ്മൾ ഡേറ്റുമായി റിലേറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന പ്രസക്തമല്ലാത്ത അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഡേറ്റുകൾക്കെല്ലാം ഇമ്പോർട്ടൻസ് ഓട്ടോമാറ്റിക്കലി ഉണ്ടാകും. ഉദാഹരണത്തിന് നവംബർ 14 ഒരു സാധാ ഡേറ്റ് ആയിരുന്നു. പക്ഷേ ചിൽഡ്രൻസ് ഡേ എന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയോ അന്ന് മുതൽ ആ ഒരു ഡേറ്റിന് ഇമ്പോർട്ടൻസ് വരാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ എഴുതുന്ന സ്റ്റോറിയോ സിറ്റുവേഷനോ മാറ്റുകയോ അല്ലെങ്കിൽ പുതിയൊരു സംഭവത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ പുതിയ പുതിയ ഡേറ്റ്സിന് ഇമ്പോർട്ടൻസ് വരും, അല്ലെങ്കിൽ അതേ ഡേറ്റ്സിന് വേറൊരു ഇമ്പോർട്ടൻസ് വരും. വീണ്ടും അതേ ഡേറ്റ് വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നവംബർ 14 ചിൽഡ്രൻസ് ഡേ ആയിരുന്നു. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം നവംബർ 14 അതേ ഡേറ്റ് തന്നെ നമ്മൾ മറ്റൊരു പേരിൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, അതായത് വേൾഡ് ഡയബറ്റിക് ഡേ ആയിട്ട്.
അങ്ങനെ വന്നപ്പോൾ രണ്ട് കാലഘട്ടങ്ങളിൽ രണ്ട് രീതിയിൽ ഒരേ ഡേറ്റിന് ഇമ്പോർട്ടൻസ് വന്നു. അതാണ് ഇവിടെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ഡേറ്റ്സിന്റെയും ഇമ്പോർട്ടൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. Consider an example. In the histories written by British historians in India, the role of each Governor General was important. These stories began with the rule of the first Governor General, Warren Hastings, and ended with the last Viceroy, Lord Mountbatten. In separate chapters, we read about the deeds of others: Hastings, Wellesley, Bentinck, Dalhousie, Canning, Lawrence, Lytton, Ripon, Curzon, Hardinge, Irwin. It was a seemingly never-ending succession of governor generals and viceroys. All the dates in these history books were linked to these personalities, to their activities, policies, achievements. It was as if there was nothing outside their lives that was important for us to know. The chronology of their lives marked the different chapters of the history of British India. Okay. ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ എഴുതിയ ഹിസ്റ്ററിയിലെല്ലാം ഗവർണർ ജനറൽസിന്റെ ഭരണത്തെ കുറിച്ചാണ് അവർ കൂടുതലും പ്രാധാന്യമായി പറഞ്ഞിരുന്നത്. ഇതൊരു ചെറിയ ഹിസ്റ്ററി അല്ല അവരെ കുറിച്ചുള്ളത്. ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയ വാറൻ ഹേസ്റ്റിങ്സ് തുടങ്ങി അവസാനത്തെ വൈസ്രോയ് ആയ മൗണ്ട് ബാറ്റൺ വരെയും നീണ്ടു കിടക്കുന്ന അത്രമാത്രം ആൾക്കാർ ഭരിച്ച ഒരു ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഹിസ്റ്ററിയാണ് ബ്രിട്ടീഷുകാരുടെ ചരിത്രകാരന്മാർ പറഞ്ഞിരുന്നത്. ഇവരെ കുറിച്ചെല്ലാം ഉദാഹരണത്തിന് വെലസ്ലി, ബെന്റിക്ട്, ഡെലൗസി, കാനിങ്, റിപ്പൺ, ലിട്ടൺ, അങ്ങനെ കുറേ ഗവർണർ ജനറൽസും വൈസ്രോയ്സും ഉണ്ട്. ഇവരെല്ലാം നമുക്ക് ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ പഠിക്കണം. ഒരിക്കലും തീരാത്തതുപോലെയുള്ള അത്രമാത്രം പിന്തുടർച്ചാവകാശം ഉണ്ടായിരുന്നു ഈ പറയുന്ന ഗവർണർ ജനറൽസിനും വൈസ്രോയ്സിനും. അത്രമാത്രം ആൾക്കാർ ഭരിച്ചിട്ടുണ്ട്. ബിക്കോസ് 1600 മുതൽ 1947 വരെയാണ് ഈ ബ്രിട്ടീഷ് ഭരണം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. സോ അത് വർഷങ്ങൾ നീണ്ടു നിന്ന കാര്യങ്ങളാണ്, നൂറ്റാണ്ടുകൾ നീണ്ടു നിന്ന കാര്യങ്ങളാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് എഴുതിയ എല്ലാ ഹിസ്റ്ററി ബുക്കുകളിലും ഈ പറഞ്ഞ ഗവർണർ ജനറൽസിനെയും വൈസ്രോയ്സിനെയും അവരുടെ ആക്ടിവിറ്റീസ്, പോളിസീസ്, എന്തൊക്കെയാണ് അവർ അച്ചീവ് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഡേറ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഓരോ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസും ബുക്സ് തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. അവിടെ മറ്റ് ആർക്കും പ്രാധാന്യമില്ലായിരുന്നു. ആർക്ക് മാത്രമുള്ളായിരുന്നു? ഗവർണർ ജനറൽസിന്റെയും വൈസ്രോയ്സിന്റെയും ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ ഒരു ഡേറ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരുന്നു നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യൻ ഹിസ്റ്ററി ബുക്സുകളെല്ലാം അന്ന് തയ്യാറാക്കിയിരുന്നത്. അതൊന്നുകൂടി പറയാം, ചെറിയൊരു കാര്യം പോലും വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് ഈ വ്യക്തികളുടെ രേഖപ്പെടുത്തിയിരുന്നത്. പിന്നെ അക്കാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ തന്നെയും ഈ പറയുന്ന ഗവർണർ ജനറൽസിന്റെയും വൈസ്രോയ്സിന്റെയും ക്രൊണോളജിക്കൽ ഓർഡേഴ്സിൽ അറേഞ്ച് ചെയ്തിരുന്ന ഹിസ്റ്ററി ആയിരുന്നു അവർ എഴുതിയിരുന്നതും അതിന് മാത്രമായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നതും. ഇവിടെ ഒരു വേർഡ് പരിചയപ്പെടാം, ക്രോണോളജി. ക്രോണോളജി എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് ഓഫ് ഇവന്റ്സ് ഓർ ഡേറ്റ്സ് ഇൻ ദ ഓർഡർ ഓഫ് ദെയർ ഒക്കറൻസ്. അതായത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഡേറ്റ്സിനെ അറേഞ്ച് ചെയ്തിട്ട് ആ ഒരു ഡേറ്റ്സിലുള്ള ഡീറ്റെയിലിംഗ് നടത്തുന്നതിനാണ് നമ്മൾ ക്രോണോളജിക്കൽ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ 1600 മുതൽ 1947 വരെയുള്ള ഗവർണർ ജനറൽസിന്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്ത ഒരു ഹിസ്റ്ററിയാണ് നമ്മൾ അന്നത്തെ കാലത്ത് പഠിച്ചുകൊണ്ടിരുന്നത്. Can we not write about the history of this period in a different way? How do we focus on the activities of different groups and classes in Indian society within the format of this history of Governor Generals? ഈ ഒരു പാരഗ്രാഫിൽ കുറച്ച് ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ കാലത്ത് ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് ബ്രിട്ടീഷ് ഹിസ്റ്ററിനെ എങ്ങനെയാണോ, അതായത് വൈസ്രോയ്സ് അവരെ ആ ഒരു സൈഡിൽ വെച്ചിട്ടല്ലേ അവർ എഴുതിയിരിക്കുന്നത് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട്, ആ ഒരു കാലഘട്ടത്തെ മറ്റൊരു രീതിയിൽ എഴുതിക്കൂടെ എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ ഗവർണർ ജനറൽസിനെയും വൈസ്രോയ്സിന്റെയും പ്രാധാന്യങ്ങൾ മാറ്റി ഇന്ത്യൻ സൊസൈറ്റിയുടെയും ഹിസ്റ്ററിയിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഹിസ്റ്ററി എഴുതിക്കൂടെ എന്ന മറ്റൊരു ക്വസ്റ്റ്യൻ. When we write history or a story
We divide it into chapters. Why do we do this? It is to give each chapter some coherence. It is to tell a story in a way that makes some sense and can be followed. In the process, we focus only on those events that help us to give shape to the story we are telling. In the histories that revolve around the life of British Governor Generals, the activities of Indians simply do not fit. They have no space. What then do we do? Clearly, we need another format for our history. This would mean that the old date will no longer have the significance they earlier had. A new set of dates will become more important for us to know. നമ്മൾ ഒരു കഥ എഴുതുമ്പോൾ ആ കഥയെ ചാപ്റ്റേഴ്സ് ആയിട്ട് തിരിക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന വഴി ആ കഥയെ വളരെ ആകർഷണീയമായി മാറ്റുന്നു. കോഹറൻസ് മീൻസ് കൺസിസ്റ്റന്റ് ഓർ ലോജിക്. സോ ചാപ്റ്റേഴ്സ് ആയി തിരിച്ചാൽ കഥകൾ അടുക്കും ചിട്ടയും ഉള്ളതായി മാറുന്നു. ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് ഗവർണർ ജനറൽസിനെ പറ്റി കോൺസെൻട്രേറ്റ് ചെയ്ത് ഡേറ്റ്സുകൾ അറേഞ്ച് ചെയ്തു. അതിനെ പകരം ഇന്ത്യയുടെയും ഇന്ത്യക്കാരുടെ ആക്ടിവിറ്റീസ് അവരുടെ പോളിസീസിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് എഴുതുന്ന ഒരു രീതിയിലേക്ക് മാറണം. അപ്പോൾ പണ്ട് ബ്രിട്ടീഷ് ഗവർണർ ജനറൽസിനെയും വൈസ്രോയ്സിനെയും പുകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ച ഡേറ്റ്സ് എല്ലാം അൺഇമ്പോർട്ടൻ്റ് ആവുകയും പുതിയ രീതിയിൽ എഴുതുന്ന ഹിസ്റ്ററിയിലെ സെറ്റ് ഓഫ് ഡേറ്റ്സ് എല്ലാം എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കിട്ടുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ഫിഗർ 3 ഒന്ന് വെരിഫൈ ചെയ്യാം. അപ്പോൾ ഇന്ത്യയുടെ ഫസ്റ്റ് ഗവർണർ ജനറൽ ആയ വാറൻ ഹേസ്റ്റിങ്സിന്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹിസ്റ്റോറിക്കൽ ബുക്കിൽ ഇവരുടെ പേരുകളെല്ലാം പൊക്കി പറഞ്ഞു, അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങൾ എല്ലാം പൊക്കി പറഞ്ഞപ്പോൾ ബയോഗ്രഫി അല്ലെങ്കിൽ ജീവചരിത്രങ്ങൾ എഴുതുന്നവർ അവരുടെ മഹത്വം പറഞ്ഞപ്പോൾ ചിത്രകാരന്മാർ അവർക്ക് അവരുടെ ശക്തിയുടെ പ്രതീകമായി വരച്ചു കാണിച്ചു. Warren Hastings became the first Governor General of India in 1773. While history books narrated the deeds of governor generals, biographies glorified them as persons and paintings projected them as powerful figures. അപ്പോൾ ഫ്രണ്ട്സ് ആൻഡ് ചിൽഡ്രൻ, നമ്മുടെ ഡേറ്റ്സിൻ്റെ ടോപ്പിക് ഇപ്പോൾ നമ്മൾ മൊത്തമായിട്ടും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്സ് രണ്ടെണ്ണം എന്ന് പറയുന്നത് ഹൗ ഡു വി പീരിയഡൈസ് ആൻഡ് വാട്ട് ഇസ് കൊളോണിയൽ. ഈ രണ്ട് ടോപ്പിക്സ് ആണ് നമുക്കിനി അടുത്ത പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ എന്തായാലും വീഡിയോസ് എല്ലാം റിപ്പീറ്റഡ് ആയിട്ട് കാണുക, എന്നാൽ നമ്മൾ ബൈ ഹാർട്ട് ആയിക്കോളും. അല്ലാതെ കാണാതെ ഇങ്ങനെ വീണ്ടും റിവൈസ് ചെയ്ത് ബുക്ക് വായിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് എടുത്ത് കാണുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ബെല്ലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നാലേ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് എല്ലാം വരത്തുള്ളൂ. സബ്സ്ക്രിപ്ഷൻ മാക്സിമം ആവണം. അതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, എപ്പോഴും വാച്ച് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫ്രണ്ട്സ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിൽ കാണാം. ഓക്കെ.